ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്ന് വേറെ ഒരു വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് കമ്പനി EMS മാതിരിയുള്ള വാട്ടക് വിഭാഗമായുള്ള റീസെൻ്റ്ലി ലിസ്റ്റഡായ ഒരു കമ്പനിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ വളരെയധികം ബുള്ളിഷാണ് ഈ ഒരു സെഗ്മെൻറ്റ്, സ്റ്റോക്സിലൊക്കെ. ഫസ്റ്റ് വാട്ടക് വിഭാഗ് പറഞ്ഞു, അത് 100% റിട്ടേൺ എല്ലാവർക്കും കിട്ടി. EMS ഓൾറെഡി 40-50% റിട്ടേൺ കിട്ടി. ഇതിപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റ് IPO ആണ്. IPO അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാ മെമ്പേഴ്സിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾ അപ്ലൈ ചെയ്തു. അതിലൊരു കുറച്ച് പേർക്ക്, ബാക്കിയുള്ള കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. 140 രൂപക്ക് IPO വന്ന ഒരു കമ്പനിയാണ് ഇതിന് പേര് എൻവൈറോ ഇൻഫ്രാ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. ലിസ്റ്റ് ചെയ്ത് 205 ഇപ്പോൾ ഷെയർ ട്രേഡ് ചെയ്യുന്നത് 251 നിയർ അബൌട്ട് 90% പൊസിഷൻ IPO റേറ്റിന് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഈ സ്റ്റോക്കിന് 3 വമ്പന്മാരാണ് ഉള്ളത്. മൊത്തം 4 ജയൻറ്റ് പ്ലെയേഴ്സാണ് ഈ ഒരു ഫീൽഡിലുള്ളത്. ഈ ഫീൽഡിലുള്ള ഇമ്പോർട്ടൻസ് കൺസിഡർ എടുക്കുകയാണെങ്കിൽ 4 കമ്പനിക്ക് നല്ലൊരു ഭാവിയാണ് മുന്നിലേക്കുള്ളത്. വാട്ടക് വിഭാഗ്, EMS, വിഷ്ണു പ്രകാശ് ആൻഡ് ദിസ് വൺ എൻവൈറോ ഇൻഫ്രാ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സർവീസ് ചെയ്യുന്ന കമ്പനിയാണ്. വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ സംബന്ധിച്ചോളം അതിന് ഡിസൈൻ ചെയ്യുന്ന, കൺസ്ട്രക്റ്റ് ചെയ്യുന്ന, അത് ഓപ്പറേഷൻ ചെയ്യുന്ന, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് വർക്കും ചെയ്യുന്ന കമ്പനിയാണ് എൻവൈറോ ഇൻഫ്രാ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. അതായത് ഈ എല്ലാ കമ്പനിയും ഒരു ബേസിൽ വരുന്ന കമ്പനിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാവിയിലേക്ക് വേണ്ട വലിയൊരു സെക്ടറാണിത്. കാരണം ഭാവിയിലെ ഫ്യൂവൽ ഗ്രീൻ ഹൈഡ്രജൻ ആണെങ്കിൽ അവിടെയും ഒരു ക്ലീൻ വാട്ടർ വേണം. അതിന് പുറമെ ക്ലീൻ വാട്ടർ വളരെ നീഡാണ് മുന്നോട്ട് പോകുന്ന സൊസൈറ്റിയിൽ. നമ്മൾ ഇന്ത്യയിൽ 77% സുവേജസും ഓടകളും ഇപ്പോഴും അൺട്രീറ്റഡാണ്. അപ്പോൾ ഇതിനൊക്കെ ഇതിൽ ഉള്ള ഈ ടൈപ്പ് കമ്പനീസിന് ഇമ്പോർട്ടൻസ് വളരെ വളരെ കൂടുതലാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള അതിന് കൊടുത്ത ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് പ്രോഗ്രാംസ് ലൈക്ക് നമാമി ഗേഞ്ച്, അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷൻ, ഇതിലൊക്കെ അതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ക്ലീൻ വാട്ടർ ഭാവിയിലൊരു മെയിൻ സംഭവമാണ്. ഇപ്പോൾ ദുബായിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും പ്രധാന ഇപ്പോൾ അവർ കൊടുക്കുന്ന സെക്ടറാണ് ഗ്രീൻ വാട്ടർ. അതിൽ ഇവർക്ക് വേണമെങ്കിൽ അവിടെ ഓർഡർ കിട്ടാൻ സാധ്യതകളുള്ള കമ്പനീസാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിലുള്ള സ്റ്റോക്സ് 1-2 കൈവശമൊക്കെ നല്ലതാണ്. എല്ലാ സ്റ്റോക്സും അടിച്ച് കയറി പോയിട്ടുണ്ട്. എൻവൈറോ ഇൻഫ്ര ഇപ്പം റീസെൻ്റ്ലി അവർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റൻസ് ആയിട്ട് ക്വാർട്ടർ റിസൾട്ട് കൊടുക്കുന്ന കമ്പനിയാണ്. ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് സെപ്റ്റംബർ കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഡബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇനി അതിൻ്റെ റിസൾട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഓൾറെഡി ലിസ്റ്റഡ് ആണ്. എടുത്ത് ചാടിത്ത് വാങ്ങേണ്ട ഒരു 200-210 റേഞ്ചിലൊക്കെ ബൈ ചെയ്യാൻ നമ്മൾ പോർട്ട്ഫോളിയോയിൽ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് എൻവൈറോ ഇൻഫ്രാ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ്. പിന്നെ IPO വന്നിട്ട് 140-145 റേഞ്ചിൽ കൊണ്ടുവന്ന IPO ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നിയർ അബൌട്ട് 251 റുപ്പീസിലാണ്. ഒരു 290 ടാർഗറ്റ് വെച്ചത് നമുക്കത് വാങ്ങാം. പക്ഷെ ഒരു എടുത്ത് ചാടി വാങ്ങേണ്ട, ഒരു കറക്ഷൻ വന്നതിന് ശേഷം. കാരണം ഓൾറെഡി 90% കൊടുത്ത കമ്പനിയാണ്. ചിലപ്പോൾ ഒരു 230-220 വന്ന് കൺസോൾട്ട് ചെയ്ത ശേഷം തിരിച്ച് കയറും. ഇപ്പോൾ ഷോർട്ട് ടേം സ്വിംഗ് ബേസിലേക്ക് 290യും ലോങ് ടേമുക്ക് 400 വെച്ച് വാങ്ങാൻ പറ്റിയ സ്റ്റോക്കാണ് ഇത്. പിന്നെ അവർ കമ്പനിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ 22 പ്രോജക്റ്റ് സക്സസ്ഫുള്ളി ചെയ്തൊരു കമ്പനിയാണ് എൻവൈറോ ഇൻഫ്ര. അവർ 10 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ എക്സീഡിങ് ചെയ്യുന്ന വിധത്തിലുള്ള പ്രൊജക്ട്സൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു. പിന്നെ അവരുടെ നിലവിലുള്ള പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇയർ ഹൈ 275 ആണ്, ഇയർ ലോ 205 ആണ്. സോ ആ ഒരു റെസിസ്റ്റൻസ് ആണ് 270 റേഞ്ചിലുള്ളത്. അതൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മുന്നോട്ട് പോകാൻ സാധ്യതകളുണ്ട്. PE റേഷ്യോ IPO വരുമ്പം 18 രൂപ ആയിരുന്നു, 18.8 ആയിരുന്നു. ഇപ്പോൾ അത് ഡബിൾ ആയ സ്ഥിതിക്ക് 40 ഈ PE റേഷ്യോ എത്തിയിട്ടുണ്ട്. എന്നാലും മറ്റേ PES കമ്പയർ ചെയ്യുമ്പോൾ EMS കുറച്ചും കൂടെ ചീപ്പാണ്. അവർക്ക് ഈ ഒരു ഫ്യൂച്ചർ വളർച്ച കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിൽ ഡബിൾ ആവാൻ സാധ്യതകളുണ്ട്. പിന്നെ EPS 8 ഉണ്ട്. റിട്ടേൺ ഓഫ് ഇക്വിറ്റി 51.68 ആണ്. അതേപോലെ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് 32.3 ഉണ്ട്. ആൻഡ് ഡെപ്റ്റ് വളരെ കുറവുള്ള കമ്പനിയാണ്, 0.58 ഉള്ളൂ. 1 ബിലോ ആണ് അതിൻ്റെ ഡെപ്റ്റ് കിടക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇത് പുതിയ ലിസ്റ്റിലായതുകൊണ്ട് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ടും കൂടെ നോക്കിയിട്ട്
എൻ്റർ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 70% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 2.67% FIs ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ DIS എടുത്ത് 11% സ്റ്റേക്കാണ്. ഓൾ ടുഗദർ 87% സ്റ്റേക്ക് ഇവർ മൂന്നാളടുത്തുള്ളത്. 13% ഉള്ളൂ റിറ്റേഴ്സിൻ്റെ കയ്യിൽ. ഇക്വിറ്റി കുറവുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടർ സ്റ്റോക്കിൽ മൊമെൻറ്റം വരുമ്പോൾ EMS ഒക്കെ നന്നായി കയറിപ്പോയി. അതുപോലെ തന്നെ കയറാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. റീസെൻ്റ് IPO ആയതുകൊണ്ട് നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നോക്കിയിട്ടും അതുപോലെ തന്നെ ഒരു കൺസോൾട്ടേഷനിലും ഈ സ്റ്റോക്ക് ലോങ് ടേമിലേക്ക് വാങ്ങി വെക്കാവുന്നതാണ്. സോ പ്രസൻറ്റ് പ്രൈസ് 251, സ്വിംഗ് ബേസ് ട്രേഡിലേക്ക് 290യും ലോങ് ടേമിലേക്ക് 400ഉം ടാർഗറ്റ് വെച്ചിട്ട് കണ്ണുപൊടി വാങ്ങാൻ പറ്റിയ നല്ലൊരു വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് കമ്പനിയിൽ പെട്ട ഒരു കമ്പനിയാണ് എൻവൈറോ. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് സ്വന്തം മനസ്സിലാക്കി പഠിച്ചത് മാത്രം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കാരെങ്കിലും അഡ്വൈസ് ഉണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.